നമുക്ക് മോണോസാക്കറൈഡ്സിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു സാക്കറൈഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കീറ്റോൺസ് ആണ്. ഹൈഡ്രോക്സി ഗ്രൂപ്പ് കോമൺ ആണ്, പക്ഷേ ചില കാർബോഹൈഡ്രേറ്റ്സിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടാവും, ചിലതിൽ കീറ്റോണിക് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽഡിഹൈഡ് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സിനെ നമ്മൾ എന്ത് പറയും? ആൽഡോസ് എന്നാണ് പേര് കൊടുക്കുക. ആൽഡോ എന്നുള്ള ഒരു പേര് നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കും. അതുപോലെ തന്നെ കീറ്റോണിക് ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ നമ്മൾ കീറ്റോസ് എന്നാണ് പറയുക. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ആണെങ്കിൽ ആൽഡോസ് എന്നും പോളിഹൈഡ്രോക്സി കീറ്റോൺസ് ആണെങ്കിൽ കീറ്റോൺസ് എന്നും പറയും. ഇനി അതിലെന്താ വേരി ചെയ്യണത്? ഇപ്പോൾ മോണോസാക്കറൈഡ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സിംപിളർ ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ മോളിക്യൂൾസ് ആണ്. സിംഗിൾ ആയിട്ടുള്ള ഹൈഡ്രോളിസിസ് വീണ്ടും നടത്താൻ പറ്റാത്ത സിമ്പിൾ പോളിസാക്കറൈഡ് യൂണിറ്റ് മോണോസാക്കറൈഡ് യൂണിറ്റുകളാണ് മോണോസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. അതിൽ 3 മുതൽ 6 കാർബൺ ആറ്റംസ് വരെ ഉണ്ടാവാം. അപ്പോൾ 3 കാർബൺ ആറ്റം വരുന്ന കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ ട്രയോസ് എന്ന് പറയും. 3 കാർബൺ ആറ്റംസ് ആണെങ്കിൽ അതിനെ ട്രയോസ് എന്ന് പറയും. ആൽഡിഹൈഡ് ആണെങ്കിൽ ആൽഡോ ട്രയോസ് എന്നും കീറ്റോൺസ് ആണെങ്കിൽ കീറ്റോ ട്രയോസ് എന്നും പേര് കൊടുക്കും. അതുപോലെ തന്നെ 4 കാർബൺ ആറ്റമാണ് വരണയെങ്കിൽ അതിനെ നമ്മൾ ടെട്രോസ് എന്നാണ് പറയുക. ആൽഡിഹൈഡ് ആണെങ്കിൽ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ആണെങ്കിൽ ആൽഡോ ടെട്രോസ് എന്നും പോളിഹൈഡ്രോക്സി കീറ്റോൺസ് ആണെങ്കിൽ കീറ്റോ ടെട്രോസ് എന്നുമാണ് പറയുക. ഓക്കെ. അതുപോലെ 5 കാർബൺ ആറ്റംസ് ആണ് വരണയെങ്കിൽ അതിനെ പെൻഡോസ് എന്ന് പറയും. അപ്പോൾ 5 കാർബൺ ആറ്റം വരുന്ന പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ആണെങ്കിൽ ആൽഡോ പെൻഡോസ് എന്ന് പറയും. അതുപോലെ തന്നെ 5 കാർബൺ ആറ്റം വരുന്ന പോളിഹൈഡ്രോക്സി കീറ്റോൺസ് ആണെങ്കിൽ കീറ്റോ പെൻഡോസ് എന്ന് പറയും. അതുപോലെ 6 കാർബൺ ആറ്റംസ് ആണ് വരണയെങ്കിൽ ഹെക്സോസ് എന്നാണ് പറയുക. ഹെക്സോസ് എന്നാണ് ആ പേര് അല്ലെങ്കിൽ കാർബൺ ആറ്റത്തിൻ്റെ സഫിക്സ് ആയിട്ട് നമ്മൾ ഹെക്സോസ് എന്നാണ് ചേർക്കുക. 6 കാർബൺ ആറ്റം വരുന്ന ആൽഡിഹൈഡ്സ് ആണെങ്കിൽ ആൽഡോ ഹെക്സോസ് എന്നും അതുപോലെ തന്നെ 6 കാർബൺ ആറ്റം വരുന്ന പോളിഹൈഡ്രോക്സി കീറ്റോൺസ് ആണെങ്കിൽ കീറ്റോ ഹെക്സോസ് എന്നും പേര് കൊടുക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ഈ പേര് നോക്കിയിട്ട് ആൽഡോ ട്രയോസ് എന്നുള്ള ഒരു പേര് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പേരിൽ നിന്ന് എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്, അതിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പാണോ വരണത് കീറ്റോണിക് ഗ്രൂപ്പാണോ വരണത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഗ്ലൂക്കോസ് ഒക്കെ ആൽഡോ ഹെക്സോസിന് എക്സാമ്പിൾ ആണ്. 6 കാർബൺ ആറ്റംസ് വരുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ.